അല്ലിയാൻ്റെ അമ്മുക്കുട്ടിയോട് ആലോചനയെക്കുറിച്ച് പറഞ്ഞതും ശരിക്കും വിഷമം തോന്നി. അതുകൊണ്ട് ആരെയും നോക്കാതെ തല താഴ്ത്തിയിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആദിയേട്ടൻ അമ്മയെന്ന് വിളിച്ചലറിയത്. ഞാൻ മുഖമുയർത്തി നോക്കുമ്പോൾ കലിപ്പോടെ അല്ലിയാൻ്റിയെ കത്തുന്ന കണ്ണുകളോടെ നോക്കുന്ന ആദിയേട്ടനെ കണ്ടപ്പോൾ ശരിക്കും പേടി തോന്നി. ഓ, എൻ്റെ ചെവി പോയെന്നാ തോന്നുന്നേ. എന്തിനാടാ ഇങ്ങനെ അലറിപ്പൊളിക്കുന്നേ? എൻ്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, പതുക്കെ വിളിച്ചാലും കേൾക്കാൻ. ആ, അത് പിന്നെ എൻ്റെ ആ റൂമിലുണ്ട് ഒരു ബ്ലൂ ഫയൽ, കാണുന്നില്ല. അതെവിടെ? ഒരു ഫയലിന് വേണ്ടിയാണോ ഇങ്ങനെ കീറിപ്പൊളിച്ചേ? എൻ്റെ ഫയൽ അമ്മ കണ്ടെങ്കിൽ പറ. പിന്നെ നിൻ്റെ ഫയലും കൊണ്ടല്ല ഞാൻ അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നേ. അല്ല, കമ്പനിയിൽ പോകാതെ വെറുതെ ഇവിടെ കുത്തിയിരിക്കുന്ന നിനക്കെന്തിനാ ഇപ്പോൾ ആ ബ്ലൂ ഫയലിൻ്റെ ആവശ്യം? കമ്പനിയിൽ പോയില്ലെന്ന് വെച്ച് എനിക്കന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്തൂടെ? ഓ, നീ എന്തെങ്കിലും ചെയ്യ് ഡീ അമ്മുക്കുട്ടി. അപ്പം എങ്ങനെ ആലോചനയുടെ കാര്യം? അമ്മേ, ഓ ഇവനെ കൊണ്ട് എന്താടാ? എനിക്കിപ്പോൾ ആ ബ്ലൂ ഫയൽ വേണം. നിൻ്റെ റൂമിൽ വല്ലതും കാണും, അല്ലാതെ എവിടെ പോകാനാ? നീ ശരിക്കൊന്ന് നോക്ക്. അവിടെ ഒന്നുമില്ല, ഞാൻ നോക്കിയതാ. എൻ്റെ അമ്മുക്കുട്ടി, അല്ലെങ്കിൽ ഇവനും ഇവൻ്റെ അച്ഛനും ഉള്ളൊരു സ്വഭാവമാണിത്. എന്നെ എവിടെയും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കത്തില്ല. അഥവാ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാലോ അപ്പം വരും അച്ഛനും മോനും ഓരോ ആവശ്യങ്ങളും പറഞ്ഞ് അതെവിടെ ഇതെവിടെ അങ്ങനെ 100 കൂട്ടം ആവശ്യങ്ങളുണ്ടാവും. നിന്നോടല്ലാതെ പിന്നെ ആരോടാടി ഇതൊക്കെ ചോദിക്കുന്നത്? എന്തായാലും ഞങ്ങൾ ഇറങ്ങുക. ആദിമോന് എന്തോ അത്യാവശ്യമുള്ള ഫയലാണെന്ന് തോന്നുന്നു. നീ ഒന്ന് നോക്കിക്കൊടുക്ക്. ഇനി ഇതുപോലൊരു ദിവസം വരാം. ആ ശരിയടി. അല്ല, നിങ്ങളെങ്ങനെ പോകുന്നേ? ബസ്സിന് പോകും. ആണോ? എന്നാൽ അതിൻ്റെ ആവശ്യമില്ല. ആദി, നീ ഇവരെ വീട്ടിലൊന്ന് കൊണ്ടാക്ക്. അതിൻ്റെ ആവശ്യമൊന്നുമില്ലടി. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ആദി, എളുപ്പം പോയി ഇവരെ കൊണ്ടാക്ക്. ഇവരെ കൊണ്ടുവിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ ഫയൽ ഞാൻ നോക്കിയെടുത്തോളാം. ഞങ്ങളെല്ലാം ആൻറ്റിയോട് യാത്ര പറഞ്ഞിറങ്ങുകയും ആദിയേട്ടൻ കാറിൻ്റെ ചാവിയുമായി വെളിയിലേക്ക് വന്നു. കാറിൽ കയറി വീട്ടിലേക്ക് യാത്ര തുടർന്നതും മനസ്സിൽ കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കാൻ തുടങ്ങി. തീരെ കുശുമ്പില്ലെന്ന് തോന്നുന്നു. എനിക്കൊരു ആലോചന വന്നു എന്ന് കേട്ടപ്പോഴുള്ള റിയാക്ഷൻ ഒന്ന് കാണണമായിരുന്നു. അല്ലെങ്കിലും ഞാനതിനെ ഈ തെമ്മാടിയെക്കുറിച്ച് ആലോചിക്കുന്നേ. അപ്പോഴാണ് എനിക്ക് ആ വെള്ളിക്കൊലുസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങേരുടെ ഒരു വെള്ളിക്കൊലുസ്. അവൾ ആ വെള്ളിക്കൊലുസ് ഇട്ടില്ലെങ്കിൽ ഭൂമി ഇടിഞ്ഞു വീഴുമായിരിക്കും. ഇങ്ങേരെന്തിനാ അവൾക്ക് വെള്ളിക്കൊലുസ് വാങ്ങിക്കൊടുക്കുന്നേ? അല്ല, അവൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാറില്ലല്ലോ. ഇനി ചിലപ്പോൾ എന്നോട് കള്ളം പറഞ്ഞതായിരിക്കുമോ? എന്താലോചിച്ചുകൊണ്ടിരിക്കുക കുട്ടിയെ? വീടെത്തിയത് കണ്ടില്ലേ നീ? മുത്തശ്ശിയുടെ വിളിയാണ് ആ തെമ്മാടിയുടെ ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഹോ, ഇത്ര പെട്ടെന്ന് വീടെത്തിയോ? എവിടെ പോയി ആ തെമ്മാടി? ഡ്രൈവിംഗ് സീറ്റിൽ നോക്കിയിട്ട് കാണുന്നില്ല. ഡോറ് തുറന്ന് വെളിയിലിറങ്ങിയപ്പോഴാണ് അമ്മുക്കുട്ടിയുമായി സംസാരിക്കുന്ന ആദിയേട്ടനെ കണ്ടത്. എന്നെ മൈൻഡ് ചെയ്യാതെ അമ്മുക്കുട്ടിയോടും മുത്തശ്ശിയോടും വാതോരാതെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഓ ഓ ജാണ്ട, അങ്ങേരെന്നോട് സംസാരിച്ചില്ലെന്ന് വെച്ച് എനിക്കെന്താ? ഞാൻ പിന്നെ അവരെ ഒന്നും നോക്കാതെ വീട്ടിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്മുക്കുട്ടി അകത്തേക്ക് വന്നതും എന്നെ വഴക്ക് പറഞ്ഞു. അമ്മുക്കുട്ടിയുടെയും മുത്തശ്ശിയുടെയും ആദിമോന് ഇവിടെ കൊണ്ട് വിട്ടതിൻ്റെ പേരിൽ ഒരു നന്ദി വാക്ക് പറയാത്തതിൽ. ഓ, ഇപ്പം 2 പേർക്കും എന്നെ വേണ്ട. അവരെ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ ഹാളിലൊന്നും അമ്മയെ കണ്ടില്ല. റൂമിലേക്ക് കയറിയപ്പോഴാണ് എല്ലായിടവും എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചത്. അമ്മ ഇത് എന്തുവായി നോക്കുന്നേ? നിന്റെ ഏതോ ഫയൽ കാണുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അത് തപ്പുവാ. അപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. വാവയ്ക്ക് വിവാഹാലോചിക്കുന്നത് തടയാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തോ പറയും. അമ്മേ, ഇനിയിപ്പോൾ ആ ബ്ലൂ ഫയലിൻ്റെ ആവശ്യമില്ല. അമ്മ പൊക്കോ. ഞാൻ അങ്ങനെ പറഞ്ഞതും അമ്മ ഒരു സംശയത്തോടെ നോക്കി റൂമിൽ നിന്നിറങ്ങിപ്പോയി. ഞാനതത്ര കാര്യമാക്കാൻ പോയില്ല. ദിവസങ്ങൾ നീങ്ങി തുടങ്ങുന്നതിനനുസരിച്ചൊരു വിഷമം ഞങ്ങളെ വന്ന് മൂടി. ഇനി മുതൽ കോളേജിൽ ചേട്ടായിസില്ല. ഇനി അവരുടെ ലാസ്റ്റ് ദിവസമാണ്. അന്നാണ് സെൻഡ് ഓഫ് ദി ഡേ. അതിൻ്റെ പ്രോഗ്രാമൊക്കെ എല്ലാ വർഷത്തെയും പോലെ അതിൻ്റെ മുറയ്ക്ക് നടന്നു. ആദ്യേട്ടനെ പ്രതീക്ഷിച്ചെങ്കിലും ആ കള്ളത്തമ്മാടി വന്നില്ല. എന്തോ വലിയ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ട് പോയിട്ടുണ്ട് എങ്ങോട്ടോ എന്തോ. ഇപ്പോൾ വലിയ ബിസിനസ്മാനല്ലേ. സാധികയാണെങ്കിൽ സ്റ്റേജിൽ കയറി എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. കൂട്ടിന് അവളുടെ ഫ്രണ്ട്സും. അവളുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്കും അവിടെ ഉണ്ടായിരുന്ന പലർക്കും വരെ അത്ഭുതം തോന്നി. കാരണം അവൾ എല്ലാ ദിവസവും കോളേജിൽ വരുന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ അങ്ങനെ കയറാലുമില്ല. എവിടെയെങ്കിലും ചുറ്റിയടിച്ച് നടക്കും. ഇവളാണ് എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നത്. കുറച്ചു കഴിഞ്ഞ് പാത്തു ഞങ്ങളുടെ എല്ലാം ചെവിയിൽ വന്ന് സ്വകാര്യം പോലെ കാര്യം പറഞ്ഞപ്പോഴാണ് അവളുടെ കരച്ചിലിൻ്റെ ഗുട്ടൻസ് ഞങ്ങൾ പിടികിട്ടിയത്. സാധികയുടെ കണ്ണീരിൻ്റെ പിറകിലുള്ള കാരണം കോളേജ് ലൈഫിലെ ഓർമ്മകളല്ല, മറിച്ച് ഗ്ലിസറിനാണെന്ന്. സിനിമയിലൊരു ചാൻസ് നോക്കിക്കൂടെ എന്നാണ് സാധികയെക്കുറിച്ച് പാത്തുവിൻ്റെ അഭിപ്രായം.
ചേട്ടായിസും അവരുമാരുടെ മറക്കാനാവാത്ത ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവെച്ചു. അതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പലരും കണ്ണീരോടെ കൂട്ടുപിടിച്ചു. അതിനിടയിൽ അവർ ആദിയേട്ടനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആദിയേട്ടന് ഞങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ ഫോൺ ഞങ്ങൾക്ക് നേരെ തിരിച്ച് അവൾമാരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കരുതെന്ന് മനസ്സ് പറയുമെങ്കിലും കണ്ണ് ചതിക്കുന്നുണ്ട്. പക്ഷേ ആ തെമ്മാടി എന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല. ഓ, അവരോടൊക്കെ എന്താ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു. എന്നോട് ജാട തെമ്മാടി. ഉച്ചയായതും ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ബിരിയാണിയാണ്. അനസിക്ക് പോകുന്നത് വിഷമമുണ്ടെങ്കിലും അവൾ ബിരിയാണി കണ്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് വിഷമമൊക്കെ മാറ്റിവെച്ച് വലിച്ചുവാരി തിന്നാൻ തുടങ്ങി. നന്ദുവും പാത്തുവും അന്നമ്മയും രണ്ടാമത്തെ പ്ലേറ്റും കാലിയാക്കുന്ന തിരക്കിലാണ്. ഞാനാണെങ്കിൽ ഇപ്പോഴും കൊത്തിപ്പെറുക്കിക്കൊണ്ട് നിൽക്കുക. ശ്രീകുട്ടിയാണെങ്കിൽ ഇപ്പോൾ കോളേജിലേക്ക് വരുന്നതുമില്ല. അവൾക്കിപ്പോൾ 3 months ആകാറായി. അതുകൊണ്ടിപ്പോൾ വീട്ടിൽ തന്നെ ഫുൾ റെസ്റ്റാണ്. ഇടയ്ക്ക് ഞങ്ങൾ കാണാനൊക്കെ പോകാറുണ്ട്. എന്ത് കഴിച്ചാലും അപ്പോൾ വോമിറ്റ് ചെയ്യുമെന്നാണ് അവൾ പറയുന്നത്. ചെറുതായിട്ടിപ്പോൾ വയറൊക്കെ വന്നിട്ടുണ്ട്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതും ഞങ്ങളെല്ലാം ചേട്ടായിസിനോട് യാത്ര പറഞ്ഞു പോകാനായിട്ട് നിൽക്കുമ്പോഴും പാത്തു അനസിക്കയെ കെട്ടിപ്പിടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. എടി, അതിന് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നല്ലോ. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ എൻ്റെ പള്ളയിലേക്ക് നമ്മൾ കുത്തിയിറക്കിയേനെ. ഞാനൊരു തമാശ പറഞ്ഞതിനാണോ നീ ഇങ്ങനെ സീരിയസ് ആക്കുന്ന മുത്തേ? ഓ, അതൊക്കെ വിട്. എന്നാലും നിങ്ങളില്ലാത്ത നമ്മുടെ കോളേജ് ചിക്കൻ കറി ഇല്ലാത്ത ബിരിയാണി പോലെയാണ്. നിനക്ക് വേറൊന്നും കിട്ടിയില്ല ഞാനുമായി കമ്പയർ ചെയ്യാൻ. അതെന്താ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു കുഴപ്പം? ഞാൻ വീണ്ടും ഒന്ന് തമാശിച്ചതാ പാത്തു. എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റണില്ല. ഞങ്ങളെല്ലാവരും അവരുടെ 2 പേരുടെയും സംസാരം കേട്ട് പൊട്ടിച്ചിരിക്കാൻ തോന്നുന്നുണ്ടെങ്കിലും അവൾ കലിപ്പാകുമോ എന്ന് പേടിച്ച് ഞങ്ങൾ ചിരിയെല്ലാം അടക്കി പിടിച്ചു നിന്നു. അതിനിടയ്ക്ക് ആൽവിച്ചൻ അന്നമ്മയെ നോക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെ ഒരാൾ നിൽക്കുന്ന ഭാവം പോലുമില്ല. ഇവരുടെ കാര്യത്തിൽ ഇനി എന്താകുമോ എന്തോ. ഇങ്ങനെ പോയാൽ പാത്തു വരില്ലെന്ന് ഉറപ്പായതോടെ ഞാനും അന്നമ്മയും നന്ദുവും കൂടി അവളെ വലിച്ചുകൊണ്ട് പോയി. അതിനവളുടെ വായിന്ന് കുറേ തെറിവിളിയൊക്കെ നല്ല ഭേഷായി ഞങ്ങൾക്ക് കിട്ടി. വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നത്. സർപ്രൈസ് എന്താണെന്നല്ലേ, വേറൊന്നുമല്ല, എൻ്റെ മുത്തശ്ശൻ അഥവാ ദേശാടനക്കിളി തിരിച്ചെത്തിയിട്ടുണ്ട്. ആഹാ, മുത്തശ്ശൻ്റെ കുട്ടി നല്ലോണം ക്ഷീണിച്ചല്ലോ. ഇവിടെ ആരും നിനക്കൊന്നും കഴിക്കാൻ തരുന്നില്ലേ? ഞാൻ പോയ പോലെ തന്നെയാണല്ലോ നീ ഇപ്പോഴും ഉള്ളത്. ഈ മുത്തശ്ശൻ്റെ ഒരു കാര്യം, എപ്പോൾ യാത്ര പോയി തിരിച്ചു വരുമ്പോഴും ഇതായിരിക്കും മുത്തശ്ശൻ്റെ ഡയലോഗ്. ഞാൻ മുത്തശ്ശനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എൻ്റെ നോട്ടത്തിന് കാരണം മനസ്സിലായതും കൊണ്ടാകാം മുത്തശ്ശൻ എന്നെ നോക്കി ഇളിച്ചു കാണിച്ചു. പിന്നെ മുത്തശ്ശനോട് കോളേജിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. മുത്തശ്ശിയാണേൽ മുത്തശ്ശൻ വന്നത് പ്രമാണിച്ച് അടുക്കളയിൽ സേമിയ പായസം ഉണ്ടാക്കുന്ന പണിയിലാണ്. കൂട്ടിന് അമ്മയും ഉണ്ട്. സേമിയ പായസം കൊണ്ട് ടേബിളിൽ വെച്ചതും ഞാൻ പിന്നെ ആരെയും നോക്കാതെ ഒരു അറ്റാക്കായിരുന്നു. രാത്രി കിടക്കാൻ നേരത്താണ് എനിക്ക് പാത്തുവിൻ്റെ മെസ്സേജ് വന്നത്. ഡി, നമ്മളിവിടെ പെട്ടിരിക്കുക. നാളെ നമ്മുടെ പെണ്ണ് കാണലാടി. ബാപ്പാടെ ഏതോ ചെങ്ങായിയുടെ മോനാണ് പോലും. ആലോചന ഏതാണ്ട് നടക്കുന്ന മട്ടിലാണ്. കുഞ്ഞിലേ ഉറപ്പിച്ചു വെച്ചതാണെന്ന ബാപ്പ പറയുന്നേ. ഇനി എന്ത് ചെയ്യുവടി? നീ അനസിക്കയെ വിളിച്ച് കാര്യം പറ. അതിനാ കുരങ്ങൻ വിളിച്ചിട്ട് എടുക്കണ്ടേ? ചേട്ടായിസിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാര്യമൊന്നും പറഞ്ഞില്ല. ആ കള്ള ഹിമാർ എവിടെയാണെന്ന് ചോദിച്ചു. അവർക്കും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയണേ. അവർ ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്നാണ് പറയുന്നേ. നീ അവളുമാരോട് പറഞ്ഞോ? എന്തായാലും നാളെ അവർ പെണ്ണ് കാണാൻ വരട്ടെ. ചെറുക്കനും പെണ്ണിനും സംസാരിക്കാൻ അവസരം തരുമ്പോൾ നീ ഉള്ള കാര്യമെല്ലാം തുറന്നു പറ. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. നീ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. എന്നാ ശരി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചാറ്റ് അവസാനിപ്പിച്ച് ഗ്യാലറി തുറന്ന് അതിലെ ഒരു ഫോട്ടോയിലേക്ക് നാണത്തോടെ കണ്ണു നട്ടിരുന്നു. ഹലോ ഡാ ആദി, ഞാനിവിടെ ഒരു പ്രശ്നത്തിലാടാ, എന്നൊന്ന് രക്ഷിക്കടാ. ഉറക്കത്തിലേക്ക് വീഴുന്നതിനിടയ്ക്കാണ് അവൻ വിളിച്ച് ടെൻഷനോടെ കാര്യം പറഞ്ഞത്. എന്താടാ, എന്താ കാര്യം? നീ ഇപ്പോൾ എവിടാ? ആ വിജയുടെ ഗ്യാങ്ങിൻ്റെ കയ്യിൽ വല്ലതും പെട്ടോ? ഓ, അതൊന്നും അല്ലടാ. പിന്നെന്തുവാടാ പൊന്ന മോനെ, കാര്യം തെളിച്ച് പറയടാ. നാളെ ഞാൻ പെണ്ണു കാണാൻ പോകുവാ. ഡാ, നീ കുടിച്ചോ? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. നല്ല സ്വബോധത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോഴാ ഉപ്പ ഈ ബോംബ് പൊട്ടിച്ചത്. ഉപ്പാടെ ഏതോ പഴയ കൂട്ടുകാരൻ്റെ മോളാണെന്നാ പറഞ്ഞേ. കൊച്ചിലെ ഉറപ്പിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ PG ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഗൾഫിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. എൻ്റെ ബന്ധു വഴി ഗൾഫിലൊരു ജോബ് റെഡിയായിട്ടുണ്ട്. അതൊക്കെ ഉപ്പയോട് സംസാരിച്ചപ്പോഴാണ് ഉപ്പ ഈ കാര്യം എന്നോട് പറഞ്ഞത്. ഉപ്പയോട് പോയി പാത്തുവിൻ്റെ കാര്യം പറഞ്ഞ ഇവിടെ 2 കൊല നടക്കും. ഉപ്പ എന്നെയും കൊല്ലും, അവളെയും കൊല്ലും. പ്രേമെന്ന് കേൾക്കുന്നതേ ഉപ്പയ്ക്ക് കലിയ.
ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. പാത്തു കുറേയായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ടെൻഷനിൽ ഇരിക്കുന്നത് കൊണ്ട് കോൾ എടുത്തില്ല. അവന്മാരും വിളിച്ചിരുന്നു. അവരോടൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് പാത്തുവിനോട് അവർ ഒന്നും പറഞ്ഞില്ല. ഡാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നീ നാളെ പെണ്ണ് കാണാൻ പോ. എന്നിട്ട് പെണ്ണിനോട് കാര്യമെല്ലാം തുറന്നു പറ. അല്ലാതുള്ള വേറെ വഴി ഒളിച്ചോട്ടമാ. ഒളിച്ചോട്ടൊന്നും വേണ്ട, ആദ്യത്തെ വഴി തന്നെ മതി. എന്നാൽ പൊന്നുമോന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഫോൺ ഓഫ് ചെയ്ത് മൊബൈൽ ഞാൻ ആരും കാണാതെ എടുത്ത ആ ഫോട്ടോയിലേക്ക് നോക്കി എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ ആയതും ഞങ്ങൾ 3 പേരും കെട്ടിയൊരുങ്ങി അന്നമ്മയുടെ കാറിൽ പാത്തുവിൻ്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചതും അവരുടെ ബാപ്പയാണെന്ന് തോന്നുന്നു. സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതും ഒരുമിച്ചായിരുന്നു. ഞങ്ങളെ സംശയത്തോടെ നോക്കുന്നത് കണ്ടപ്പോൾ തോന്നി ബാപ്പയ്ക്ക് ഞങ്ങളെ മനസ്സിലായി കാണില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പാത്തുവിൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞപ്പോൾ ചിരിയോടെ ഞങ്ങളെയും കൂട്ടി അകത്തേക്ക് കയറി. അകത്ത് കയറിയതും അവളുടെ ബാപ്പ ഉമ്മച്ചിയെയും അവളുടെ 2 ഇക്കമാരെയും പരിചയപ്പെടുത്തി. ബാപ്പ ഹിഷാം, ഉമ്മച്ചിയുടെ പേര് സൈനബ. ഉമ്മച്ചി ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നുണക്കുഴി കാണാൻ നല്ല ഭംഗിയാണ്. ഇക്കമാര് ട്വിൻസാണ്. മൂത്ത ഇക്കാക്ക ഹാഷിർ എന്ന ഹാഷിക്ക. ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ആളെ കണ്ടാലേ അറിയാം ഇത്തിരി ഗൗരവക്കാരനാണെന്ന്. രണ്ടാമത്തെ ഇക്കാക്ക ഹാരിസ് എന്ന ഹാരിക്ക. പുള്ളി ഭയങ്കര കോമഡിയാണ്. പാത്തുവിനെ പോലെ തന്നെ ഹാരിക്കാക്ക് ഉമ്മച്ചിയെ പോലെ നുണക്കുഴിയുണ്ട്. ഹാരിക്ക ഞങ്ങളുമായി കൂടുതൽ അടുത്തു. ഹാരിക്ക ഇവിടെ അടുത്തായിട്ടുള്ള ഒരു മൊബൈൽ ഷോപ്പ് നടത്തുക. ഉമ്മച്ചി ഞങ്ങൾക്ക് കുടിക്കാനൊക്കെ തന്നിട്ട് അവളുടെ റൂമിലേക്ക് കൊണ്ടാക്കി. അവൾ വിഷമിച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് ഡോറ് തുറന്ന് നോക്കിയ ഞങ്ങൾക്ക് തെറ്റി. ഒരു സെൽവാർ മോഡൽ ഡ്രസ്സൊക്കെ ധരിച്ച് ചെറുതായിട്ട് പൊട്ടിയടിച്ച് മൊഞ്ചത്തിയായി നിൽക്കുക. ഇവളാണോ ഇന്നലെ ടെൻഷനോടെ പെണ്ണ് കാണലിൻ്റെ കാര്യം പറഞ്ഞത്? ഞാൻ അവളുമാരെ നോക്കിയപ്പോഴും അവരുടെ അവസ്ഥയും ഇതുതന്നെ. അന്നമ്മോ, ഇവളുടെ ഗെറ്റപ്പൊക്കെ കണ്ടിട്ട് അനസിക്കാൻ തേക്കുന്ന ലക്ഷണമുണ്ട്. നന്ദു എന്നോടത് പറഞ്ഞതും ചന്തു അവളുടെ കയ്യിൽ ഒരു അടി കൊടുത്തു. എന്നിട്ട് ചന്തു അവളെ വിളിക്കാൻ എന്നോട് ആംഗ്യം കാണിച്ചു. ഡി, ഓ നമ്മൾ പേടിച്ചു പോയല്ലോടി ഹംകെ, അനക്ക് പതുക്കെ വിളിച്ചാൽ പോരെ? അതൊക്കെ പോട്ടെ, ഇങ്ങളെന്ത് താമസിച്ചേ? നിങ്ങൾ നേരത്തെ വരുമെന്ന് വിചാരിച്ചു. ഞമ്മക്കാദ്യം മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ഇങ്ങൾ വന്നിട്ട് ഇങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയിട്ട് ഇങ്ങളെ കാണാത്തോണ്ട് നമ്മൾ തന്നെ അങ്ങ് ബ്യൂട്ടീഷ്യൻ ചെയ്തു. നമ്മൾ എപ്പടി ഇറുക്ക് ചെല്ലോ? ഓ, ഒലക്ക കിട്ടുമോ? അനക്കെന്തിനിപ്പോൾ ഒലക്ക? എൻ്റെ തല തല്ലി പൊളിക്കാൻ. അതിനു മാത്രം നമ്മളിപ്പോൾ എന്തോ ചെയ്തു? അയ്യോ, ഒന്നും അറിയാത്തൊരു കുഞ്ഞുവാവ, ഒന്നും ചെയ്തില്ല പോലും. ഡി, നിനക്ക് ശരിക്കും വിഷമമൊന്നുമില്ലെന്ന് ഇന്നലെ മുടിഞ്ഞ കരച്ചിലായിരുന്നല്ലോ. പെണ്ണു കാണില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും അതിൻ്റെ വിഷമമൊക്കെ എവിടെ പോയി? ഓ, അതാണോ ഇങ്ങളിത്ര കലിപ്പായത്? ഡി, എന്തായാലും ഈ ആലോചന മുടക്കും എന്ന് വെച്ച് നമ്മളെ ഫസ്റ്റ് പെണ്ണു കാളിനെ ഒന്ന് അണിഞ്ഞൊരുങ്ങിയെന്ന് വെച്ചാപ്പം എന്താ? പിന്നെ ഇന്ന് വരുന്ന ആ തെണ്ടി നമ്മളെ കണ്ട് നമ്മുടെ മുഞ്ചൽ മയങ്ങി വീഴണം.